ഈശോയിലേറെ സ്നേഹമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആരാധനാ മത്സരത്തിലെ ഏലിയ ശ്ലീവ മൂശക്കാലത്തിലേക്ക് ഈ ഞായറാഴ്ച പ്രവേശിക്കുക. ആരാധനാ സഭാ മത്സരം ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ ധ്യാനിക്കുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനും അനുഭവിക്കുന്നതിനും തിരുസഭാ മാതാവ് നമുക്ക് തരുന്ന വലിയ അവസരമാണ്. ഏലിയ ശ്ലീവ മൂശക്കാലത്തിൽ ഈശോയുടെ രണ്ടാമത്തെ ആഗമനം, അന്ത്യവിധി, ശ്ലീവായുടെ പുകഴ്ച, ഈ കാര്യങ്ങൾ തിരുസഭാ മാതാവ് നമ്മളെ പ്രത്യേകമായിട്ടും ഓർമ്മപ്പെടുത്തുന്നു. മോശയും ഏലിയായും പഴയ നിയമത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് ചെങ്കടലിന് നടുവിൽ കൂടെ മോശ നയിച്ചു. ഏലിയ പ്രവാചകൻ സത്യവിശ്വാസത്തെ പ്രഘോഷിക്കുന്നതിനും മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടിയിട്ട് ജനത്തെ ഒരുക്കുന്നതിനും വേണ്ടിയിട്ട് പ്രവാചകനായി വന്ന വ്യക്തിയുമാണ്. ദൈവജനത്തെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന പുതിയ മോശയായും ദൈവം തന്നെ യഥാർത്ഥ ആരാധകനായും ഈശോയിൽ നമുക്ക് അനുഭവവേദ്യമാകുന്നു. ഈ വലിയ ഓർമ്മപ്പെടുത്തലാണ് തിരുസഭ മാതാവ് ഏലിയ ശ്ലീവ മൂശക്കാലത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഇതിൻ്റെ കേന്ദ്രബിന്ദുവായി ഈശോ തന്നെയായ ശ്ലീവായുടെ പുകഴ്ചയും ശ്ലീവായോടുള്ള നമ്മുടെ ആശ്രയവും തിരുസഭ മാതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഞായറാഴ്ചത്തെ സുവിശേഷ വായനകളിലൂടെ നമുക്ക് കടന്നു പോകാം. ഓരോ വായനകളും ഓരോ കുഞ്ഞു സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം 20 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ്. അവിടെ ദൈവം ജനത്തോട് പറയുന്നുണ്ട്, നീ നിന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. കുഞ്ഞുങ്ങൾ നിന്നോട് ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കുക. ദൈവം എങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ ഇടപെട്ടത് എന്ന്. വിശ്വാസം കൈമാറുന്നതിനുള്ള ഏറ്റവും വലിയ 2 മാധ്യമങ്ങളാണ് ടു ആസ്ക് ആൻഡ് ടു ടെൽ ദം. നമ്മളും ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന വ്യക്തികളാവണം. വിശ്വാസത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരാകുക, അതിന് ഉത്തരം നൽകുന്നവരാകുക. നമ്മുടെയൊക്കെ വീടുകളിൽ എത്രമാത്രം ഈ 2 കാര്യങ്ങളെ നിർവഹിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ചോദിച്ചു നോക്കുന്നത് നല്ലതാണ്. പലപ്പോഴും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസ കാര്യങ്ങൾ ചോദിക്കാനും വിശ്വാസ കാര്യങ്ങൾക്ക് ഉത്തരം നൽകാനും നമുക്ക് സാധിക്കാതെ പോകുന്നു, അല്ലെ അതിനുവേണ്ടി സമയം കണ്ടെത്താതെ പോകുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ വലിയ കുറവായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഈ ആഴ്ചയിൽ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മുടെ വീടുകളിൽ ചോദിക്കാൻ, നമ്മളെക്കൊണ്ടാവുന്ന ഉത്തരങ്ങൾ അതിന് പറഞ്ഞു കൊടുക്കാൻ, അങ്ങനെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. രണ്ടാമത്തെ വായന ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും 31-ാമത്തെ അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. 6-ാമത്തെ വചനം ഇപ്രകാരം നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ കഠിനമായി മത്സരിച്ച് ഉപേക്ഷിച്ചു പോയവൻ്റെ അടുത്തേക്ക് നിങ്ങൾ തിരിച്ചു വരുവിൻ. ദൈവത്തെ ഉപേക്ഷിച്ചു പോകാനായിട്ട് കഠിനമായി മത്സരിച്ച ഒരു ജനത്തോട് പ്രവാചകൻ പറയുന്ന വചനമാണിത്. ഈ ഒരു കാലഘട്ടത്തിലും വിശ്വാസത്തിൽ നിന്ന് എങ്ങനെ അകന്നു പോകാം, വിശ്വാസം എങ്ങനെ ജീവിക്കാതിരിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ പ്രവാചകൻ പറയും, അകന്നു പോകുന്നതിനേക്കാൾ ഉപരി ദൈവത്തോട് അടുത്തു വരാനായിട്ട് കൂടുതൽ താല്പര്യം കാണിക്കുന്ന വ്യക്തികളായി തീരുക. നമുക്ക് ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതിനേക്കാൾ നമുക്ക് അടുത്തു വരാനായിട്ട് സാധിക്കുക? അതാണ് നമ്മുടെ കൂദാശ ജീവിതം. വിശുദ്ധ കുർബാന അർപ്പണം, യാമപ്രാർത്ഥനകൾ, നമ്മുടെ ജപമാല അർപ്പണം, ഇതെല്ലാം ദൈവത്തോട് അടുത്തു വരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന അവസരങ്ങളാണ്. അത് ഹൃദയത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുമ്പോഴാണ് ദൈവത്തോട് അടുത്തു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുക. 3-ാമത്തെ വായനയിൽ പൗലോസ്ലീഹായുടെ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം
നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാം. ശ്ലീഹ നമ്മോട് പറയുക, ദൈവരാജ്യത്തിന് വേണ്ടി സഹനങ്ങളെ ഏറ്റെടുക്കുന്ന വ്യക്തികളാവണം. സഹിക്കാതെ ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ആദിമ നൂറ്റാണ്ടിലെ രക്തസാക്ഷികളായ വ്യക്തികളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അവരുടെ സഹനങ്ങളും അവരുടെ രക്തവുമാണ് യഥാർത്ഥത്തിൽ വിശ്വാസ ജീവിതത്തിന് നമുക്ക് തണലും താങ്ങും വളർച്ചയുമായിട്ട് മാറിയത്. ഈ ഒരു കാലഘട്ടത്തിൽ വിശ്വാസത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, അത് ശുശ്രൂഷ ചെയ്യുന്നതിലൂടെയാകാം, വിശ്വാസം ജീവിക്കുന്നതിലൂടെയാകാം, വിശ്വാസത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ശുശ്രൂഷകളിലൂടെയാകാം, ഇതിലൂടെയെല്ലാം വിശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള സഹനങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി ഏറ്റെടുക്കാൻ, ആ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അവസാനമായി സുവിശേഷ ഭാഗത്തിലേക്ക് വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 35 മുതലുള്ള വചനങ്ങളാണ് തിരുസഭാ മാതാവ് നമ്മുടെ ചിന്തയ്ക്കായിട്ട് നൽകുക. നമ്മളൊക്കെ സാധാരണ പറയുന്ന ഒരു വചനമുണ്ടല്ലോ, കണ്ണില്ലാതാകുമ്പോഴാണ് കണ്ണിൻ്റെ വില അറിയുക. നമ്മൾ ഇന്ന് അന്ധനായ മനുഷ്യനെക്കുറിച്ച് സുവിശേഷകൻ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കും. അവൻ കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. നഷ്ടപ്പെട്ടു പോയ കാഴ്ചയെ തിരിച്ചു കിട്ടാനായിട്ടാണ് കർത്താവിനോട് അവൻ യാചിക്കുന്നത്. തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും അവൻ്റെ മുമ്പിൽ ഇഷ്ടം പോലെയുണ്ട്. ആൾക്കാർ പറയുന്നുണ്ട്, നിശബ്ദരായിരിക്കും, നീ എങ്ങനെ നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അതല്ലാതെ എത്രയോ കാര്യങ്ങൾ ഈശോയ്ക്ക് ചെയ്തു പോകാനുണ്ട്. പക്ഷേ അവരുടെ തടസ്സങ്ങളെയൊക്കെയും അവൻ ഉച്ചത്തിൽ മറികടന്നുകൊണ്ട് കർത്താവിനോട് പറയുക, ദാവീദിൻ്റെ പുത്ര, എന്നിൽ നീ കനിയണം. നമ്മുടെയൊക്കെ ജീവിതത്തിലും കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ, കർത്താവിൻ്റെ സ്പർശനം ലഭിക്കാൻ തടസ്സങ്ങളായി നിൽക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ടാവും. പക്ഷേ ആ തടസ്സങ്ങളെക്കാൾ ഉപരിയുള്ള കാര്യങ്ങളിലേക്ക് ശക്തമായിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഈശോയ്ക്ക് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാമത്തെ അധ്യായം 7 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഏശയ്യായുടെ പ്രവചനം ഈശോയിലൂടെ പൂർത്തിയാകുന്നുവെന്ന് ലൂക്കാസ് വിശേഷകൻ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അന്ധർക്ക് കാഴ്ച നൽകുന്ന, പ്രകാശം നൽകുന്ന വ്യക്തിയായി, ദൈവം തന്നെയായി ഈശോ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുവെന്ന് ലൂക്കാസ് വിശേഷകൻ നമുക്ക് പറഞ്ഞു തരുന്നു. അന്ധനായ മനുഷ്യൻ വിശ്വാസമാകുന്ന കാഴ്ച ലഭിച്ച് ഈശോയെ അനുഗമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കൊണ്ടുപോകുന്നുവെന്ന് സുവിശേഷകൻ നമ്മോട് പറഞ്ഞു തരികയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണും കാതുകളും ഒക്കെ നമ്മളെ സഹായിക്കേണ്ടത് വിശ്വാസമാകുന്ന പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ടാണ്. വിശ്വാസത്തിൻ്റെ പ്രകാശം ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടെത്താൻ, ദൈവത്തെ അനുഗമിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയുക. നാളെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ നമ്മൾ അനുസ്മരിക്കും, ആഘോഷിക്കും. അമ്മയെക്കുറിച്ച് പറയുന്നത് പ്രകാശമാകുന്ന ദൈവത്തെ അന്ധകാരമായ ലോകത്തിലേക്ക് നമുക്ക് പ്രദാനം ചെയ്തവളാണ്. ഈ ലോകത്തിനു വേണ്ടി പ്രകാശമാകുന്ന ദൈവത്തെ പ്രദാനം ചെയ്യാനായിട്ട് സ്വയം സമർപ്പിച്ച പരിശുദ്ധ അമ്മ. നമ്മുടെ ജീവിതത്തിലൂടെ ഈശോയാകുന്ന പ്രകാശത്തെ നമുക്ക് തന്നെ ജ്വലിപ്പിക്കാനായിട്ട് സാധിക്കണം. മറ്റുള്ളവർക്ക് പ്രകാശമായി, നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി ഈശോയാകുന്ന പ്രകാശത്തെ സ്വീകരിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കട്ടെ. ഈ ഞായറാഴ്ച ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരത്തെ നീ എടുത്തു മാറ്റണം. ഞങ്ങളുടെ കണ്ണുകൾക്ക് നീ പ്രകാശം തരണം. തീഷ്ണതയോടുകൂടെ നിന്നെ അന്വേഷിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.